നമസ്കാരം. PSC ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് 25/11/2023 PSC നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഫൈനൽ ആൻസർ കീ ആധാരമാക്കിയുള്ള ആൻസറുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഇനി 2024 പുതുവർഷം പിറന്നു അല്ലേ. അപ്പോൾ ഈ പുതുവർഷത്തിൽ നടക്കുന്ന ഓരോ പരീക്ഷയ്ക്കും 2023 നടന്ന പരീക്ഷയുമായിട്ട് ഏറെ കുറേ സാമ്യമുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് 2023 നടന്ന മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ പഠിച്ചിരിക്കണം, എഴുതിയിരിക്കണം, ചർച്ച ചെയ്തിരിക്കണം, അവലോകനം ചെയ്തിരിക്കണം എന്നീ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ 2024 വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് മുൻകൂട്ടി എന്താക്കാൻ വേണ്ടി പറ്റൂ, മുൻകൂട്ടി പ്രവചിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് വരും എന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പറ്റൂ. അപ്പം 2023 മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ എന്താക്കുക, സംഘടിപ്പിക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരനാരാണ് എന്നാണ്. ജീവിതരസങ്ങൾ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറെ കുറേ പ്രസ്താവന ചോദ്യങ്ങൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഉദ്യോഗാർത്ഥികൾ ഏറെ കുഴപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പം ഇതിൽ കൂടുതൽ ഒരു ഇത് വരില്ല, അതായത് ഇതിൽ കൂടുതൽ ടഫായ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നേരിടേണ്ടി വരില്ല. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യ സാധ്യതകൾ, ഏറ്റവും ടഫായ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദ്യ മേഖല അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ള മേഖലകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ സഹായിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സർദാർ KM പണിക്കർ. കേരള സിംഹം സർദാർ KM പണിക്കറാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ചാന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? K. ശിവനാണ്. എന്താണ്? ചാന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? K. ശിവനായിരുന്നു. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണെന്ന് ചോദിച്ചാൽ പറയണം ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. വിവരാവകാശ നിയമത്തിനായി പ്രവർത്തിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്: വിവരാവകാശ നിയമത്തിനായി പ്രവർത്തിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ആറാമത്തെ ക്വസ്റ്റ്യൻ: നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരാണ്? അരവിന്ദ് പനഗരിയ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അതായത് GST നിലയിൽ വന്നത് എപ്പോഴാണ്? 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-നാണ് ഇന്ത്യയിൽ GST നിലയിൽ വന്നത്. 2019 ജ്ഞാനപീഠം നേടിയ മലയാള സാഹിത്യകാരനാരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണം നേടിയ കായിക താരന്മാരാണ്? നീരജ് ചോപ്രയാണ്. അപ്പോൾ നമ്മളെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് PDF ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ PSC ട്രിക്സ് എന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പം ജോയിൻ ചെയ്യുക. PDF നിങ്ങൾക്ക് നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണം നേടിയ കായിക താരന്മാരാണ്? നീരജ് ചോപ്രയാണ്. നെക്സ്റ്റ്: സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. 11ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം 3ഉം 4ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി. അപ്പം ശരിയായ പ്രസ്താവനകൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. അപ്പം കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ടതാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ: ഉപദ്വീപീയ നദികൾ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികൾ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ: കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് മുംബൈ ആണ്. കോട്ടണോപോളിസ് മുംബൈ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. നെക്സ്റ്റ്, താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആണവോർജ്ജ നിലയം, താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഉദാഹരണമാണ് കൽക്കരി എന്ന് പറയുന്നത്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം എവിടെയാണ്? ദിഗ്ബോയ്. ദിഗ്ബോയ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസമിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ സമത്വത്തിനുള്ള അവകാശം ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് സമത്വത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം ഭാഗം 4A. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തിൻ്റെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമേതാണ്? വെള്ളയാണ്. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമേതെന്ന് ചോദിച്ചാൽ പറയണം വെള്ളയാണ്. നെക്സ്റ്റ്, 24ാമത്തെ ക്വസ്റ്റ്യൻ, 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയതെന്ന് ചോദിച്ച് ഏതാണ്? ഓപ്ഷൻ എ, ഹിന്ദിയാണ്. എന്താണ്? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ്. നെക്സ്റ്റ്, 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1993 ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ PSC എന്താണ്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, അല്ലേ? എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഒരു മതക്കാരാണ് എന്നാണ് മതേതരത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യക്ക് ഔദ്യോഗികമായ മതമില്ല. നെക്സ്റ്റ്, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. ഓപ്ഷൻ സി ആണ്. എന്താണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955. 30ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ്. അരുൺകുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് ചോദിച്ചു. 1ഉം 2ഉമാണ് ഭഗത് സിംഗുമായി ബന്ധമില്ലാത്തത്. അപ്പം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. ഓക്കെ അല്ലേ? അപ്പം 1ഉം 2ഉം പ്രസ്താവനകൾ ഭഗത് സിംഗുമായി ബന്ധമില്ല. ഭഗത് സിംഗുമായി ബന്ധമുള്ള ഉത്തരമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ആരാണ്? ഭഗത് സിംഗ് ആണ്. നെക്സ്റ്റ്, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 2ാമത്തെ പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമുള്ള മറ്റ് 2 പ്രസ്താവന വായിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഓർക്കുക, PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഏതാണ്? 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റി. 1ഉം 2ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വായിക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളിയിൽപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചു. ഏതാണ്? 3 മാത്രമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി ഉൾപ്പെടാത്തത് 3 മാത്രമാണ്. അപ്പം അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവയൊക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഉൾപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്,
35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയിൽ യോജിക്കാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം രണ്ടും മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പം യോജിക്കുന്ന പ്രസ്താവനകൾ 1, 3, 4 വായിക്കാം. 1916 DK കാർവേ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. PSC ചോദിച്ച ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണെന്ന് PSC ചോദിച്ചു. ആരാണ്? DK കാർവേ. ഏത് വർഷമാണ്? 1916. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. PSC ചോദിച്ചു മുൻ വർഷത്തെ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചു. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. നെക്സ്റ്റ്, മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. PSC ചോദിച്ചെങ്ങനെയാണ്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പം നമുക്കിതിലൂടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, മുൻകാലങ്ങളിൽ PSC വൺ വേർഡായി ചോദിച്ച ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ട് 3-4 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്വസ്റ്റ്യനായിട്ട് ഉത്ഭവിച്ചിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഡീപ്പായിട്ട് പഠനം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള PSC പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ഈ 4 പ്രസ്താവനകളും ഈ 4 ചോദ്യങ്ങൾ, ഈ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളും PSC മുൻവർഷങ്ങളിൽ ഡയറക്റ്റ് ചോദിച്ച ചോദ്യങ്ങളാണ്. അവ 4 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്വസ്റ്റ്യനാക്കി മാറ്റി. ഓക്കെ അല്ലേ? അപ്പം ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നമ്മൾ എത്ര ക്വസ്റ്റ്യനുകളെ നേരിടുന്നത് അല്ലേ? 150ഓളം ക്വസ്റ്റ്യനുകൾ നമ്മൾ നേരിടണം. നേരിട്ടല്ല, പ്രസ്താവന രീതിയിൽ ചോദിക്കുന്നത് കൊണ്ട് 150 അല്ലെങ്കിൽ 120, 130 അങ്ങനെ 100ലധികം ക്വസ്റ്റ്യനുകൾ നമ്മൾ ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് 100 ക്വസ്റ്റ്യനിൽ ആൻസർ കണ്ടെത്താൻ വേണ്ടി സാധിക്കൂ. ഓക്കെ അല്ലേ? അപ്പം അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓരോരാളെ കൃതികളും അല്ലേ അവർ നടത്തിയ ആരൊക്കെയാണ് അതിൻ്റെ കർത്താക്കൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേഷൻ ആരാണ്? ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ജോഡി നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കേസരി മറാത്ത ആരാണ്? ബാലഗംഗാധര തിലകൻ തന്നെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരാണ്? 2ാമത്തെ പ്രസ്താവന. അത് ശരിയാണ്. ശരിയായത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമാണ്. ഓക്കെ അല്ലേ? അപ്പം 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ശരിയായ ജോഡി എന്ന് പറയുന്നത് 3-4 ഫോർവേഡ് ബ്ലോക്ക് ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. AITUC MN ജോഷിയും ലാല ലജ്പത് റായിയുമാണ്. ഫോർവേഡ് ബ്ലോക്ക് ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസും. AITUC ആരാണ്? MN ജോഷിയും ലാല ലജ്പത് റായിയുമാണ്. നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യൻ, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അപ്പം 4ാമത്തെ പ്രസ്താവന എന്താണ്? INCയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ആര്? ദാദാഭായ് നവറോജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ INCയുടെ 2ാമത്തെ പ്രസിഡൻ്റാണ് ആര്? ദാദാഭായ് നവറോജി. അപ്പം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന വായിച്ചൂടെ? 1, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയാണ്. ഇനി കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. നെക്സ്റ്റ് 39ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയത് ആരാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ഇതാണ് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ നിയമിച്ചു. 40ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തകയാണ് ആര്? അരുണ ആസിഫ് അലി. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ്? മാഡം ഭിക്കാജി കാമയാണ്. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാഭായിയാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തകയായിരുന്നു അരുണ ആസിഫ് അലി.
അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചാരാണ്? പണ്ഡിത രമാഭായി ആണ്. ഓക്കെ അല്ലേ? ഇനി താഴെ പറയുന്ന വസ്തുതകൾ ശരിയായത് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. 1, 2, 4 വസ്തുതകളാണ് ശരിയായത്. അപ്പം ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ച വർഷം 1789 ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ ശങ്കരാചാര്യർ ജനിച്ചത് 788 നാലാമത്തെ പ്രസ്താവന വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നത് 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തത് ഏതാണ്? 1341. അപ്പോൾ ശരിയായ പ്രസ്താവന വായിക്കാം. ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നത് 1789. ശങ്കരാചാര്യ ജനിച്ചത് 788. വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തത് 1341. ഇനി കേരളത്തെ സംബന്ധിച്ച പ്രസ്താവന ശരിയല്ലാത്തത് ഏതാണ്? രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായ പ്രസ്താവന വായിക്കാം. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഇതാണ് ഇടുക്കി, വയനാട്. തീരപ്രദേശമില്ലാത്തതാണ് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് ഇതാണ് കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് ഏതാണ്? കണ്ണൂരാണ്. അപ്പം സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡ്, കേരളത്തിലേക്ക് കണ്ടോൺമെൻറ്റ് കണ്ണൂരാണ്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം 2, 3 ശരിയായ പ്രസ്താവന. വേമ്പനാട്ട് കായലിനെ പുന്നമടയിൽ പ്രശസ്തമായ വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. നെക്സ്റ്റ്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം 1, 3 ശരിയായ പ്രസ്താവനയാണ്. വായിക്കാം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശരിയാണ്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായൽ പതിക്കുന്നു. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ടു കായൽ പതിക്കുന്നു. ശരിയാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 2, 3 പ്രസ്താവനകൾ തെറ്റാണ്. അപ്പം ശരിയായ പ്രസ്താവന മാത്രം വായിക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. 4ാമത്തെ പ്രസ്താവന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. അപ്പം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറും. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ടുമാണ്. ഇനി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 3 തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവന നോക്കാം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ 4ാമത്തെ പ്രസ്താവന തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 47ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 പ്രസ്താവന ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അപ്പോൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് 48ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? 1, 4 യോജിക്കാത്ത പ്രസ്താവനകൾ. 2, 3 ശരിയാണ്. നമുക്ക് വായിക്കാം. 2 ശരിയായ പ്രസ്താവന വായിക്കാം. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. എന്താണ്? മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന.
കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം എന്താണ്? ജൻഗു ആണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം എന്താണ്? ജൻഗു ആണ്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 പ്രസ്താവനകളും ഗോദവർമ്മ രാജയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. നമുക്ക് വായിക്കാം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റാണ് ഗോദവർമ്മ രാജ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? ഗോദവർമ്മ രാജയാണ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. എന്താണ്? ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനം. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജയാണ്. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് ആരാണ്? ഗോദവർമ്മ രാജയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിച്ചു ആര്? ഗോദവർമ്മ രാജ. അപ്പോൾ ഈ 4 പ്രസ്താവനകളും ഗോദവർമ്മ രാജയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ഇനി ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവന ശരിയായത് ഏതാണ് പറഞ്ഞിട്ടുണ്ട്. 2ഉം 3ഉം പ്രസ്താവനയാണ് ശരി. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒളിമ്പിക്സ് മെഡൽ നേടുന്ന 2ാമത്തെ മലയാളിയാണ് പി.ആർ. ശ്രീജേഷ്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ മലയാളി ആരാണ്? പി.ആർ. ശ്രീജേഷ് ആണ്. കെ.ടി. ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി എന്നാണ്. കെ.ടി. ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 1ഉം 2ഉം 3ഉം ശരിയായ മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ്. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം ആരാണ്? മന്നത്ത് പത്മനാഭൻ. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതും മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരം 1959. ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഈ 3 പ്രസ്താവനകളുമാണ് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് പറഞ്ഞിട്ടുള്ളത്? 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റി. അപ്പം 1ഉം 2ഉം 3ഉം കുമാരഗുരുവിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് നോക്കാം. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുമാരഗുരുദേവൻ തന്നെയാണ്. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവനാണ്. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെട്ടിയാട്ട് അടിലഹള കുമാരഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 3 പ്രസ്താവനകളും കുമാരഗുരുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 4ാമത്തെ പ്രസ്താവന കുമാരഗുരുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ? ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ശരിയായിട്ട് ഉത്തരം പറയുന്നത് 4 പ്രസ്താവനകൾ ശരിയാണ്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ആരാണ് കൊണ്ടുവന്നത്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഘോഷ ബഹിഷ്കരണം ആരംഭിച്ച ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. ഘോഷ ബഹിഷ്കരണം വി.ടി. ഭട്ടതിരിപ്പാട്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചതും വി.ടി. ഭട്ടതിരിപ്പാടാണ്. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചതും വി.ടി. ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളും വി.ടി. ഭട്ടതിരിപ്പാടുമായി ശരിയായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഒന്നും വായിക്കാം. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം വി.ടി. ഭട്ടതിരിപ്പാട് കൊണ്ടുവന്നു. ഘോഷ ബഹിഷ്കരണം വി.ടി. ഭട്ടതിരിപ്പാട്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 2ഉം 3ഉം 4ഉമാണ് ശരിയായത്. അതായത് അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. ജ്ഞാനോദയം സഭ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. സമത്വ സമാജമാണ് സ്ഥാപിച്ചത്? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. നെക്സ്റ്റ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 1 അരിയപ്പുറം പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1888. സി ആണ് അല്ലേ? അരിയപ്പുറം പ്രതിഷ്ഠ 1888. ഓപ്ഷൻ സി ആണ്. ഇനിയോ 2ാമത് ടാഗോറിൻ്റെ സന്ദർശനം. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1922 നെക്സ്റ്റ് 3ാമത്തത് ഗാന്ധിജി സന്ദർശിച്ചത് ഏത് വർഷമാണ്? ഗാന്ധിജി 1925 ഗുരുവിൻ്റെ സമാധി എപ്പോഴാണ്? 1928 ഓക്കെ അല്ലേ? അപ്പം നെക്സ്റ്റ് 56ാമത്തെ ക്വസ്റ്റ്യൻ ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശരിയാണ്. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ
ഗുരുവായിരുന്നു തൈക്കാട് അയ്യാഗുരു. അപ്പം ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാഗുരു. അപ്പം ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1792 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് ഏതൊക്കെയെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. 3ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചവരാണ് അയ്യങ്കാളിയാണ്. നെക്സ്റ്റ് 58ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച പ്രസ്താവന ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനിയും അക്കമ്മ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഈ 3 പ്രസ്താവനകളും അക്കമ്മ ചെറിയാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. തിരുവിതാംകൂർ ചാൻസലർ റാണി എന്നറിയപ്പെടുന്ന അക്കമ്മ ചെറിയാനാണ്. തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 60ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വാഗ്ഭടാനന്ദൻ ഏതാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടും. സഹോദര സംഘമാരാണ്? സംഘം സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ നിങ്ങൾ വായിക്കാം, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പനും. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടും. നെക്സ്റ്റ് 61ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. ഇനി സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? റിക്കറ്റ്സിയ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. എന്താണ്? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? റിക്കറ്റ്സിയ. നെക്സ്റ്റ് 63ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് അവയവത്തിൽ നിന്നാണ്? കരളിലാണ്. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് അവയവത്തിൽ വെച്ചാണ്? കരളിലാണ്. നെക്സ്റ്റ് 64ാമത്തെ ക്വസ്റ്റ്യൻ, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഒരു മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. ഏതാണ്? നൈട്രജനാണ്. നൈട്രജൻ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ചോദിച്ചാൽ പറയണം നൈട്രജനാണ്. ഓക്കെ അല്ലേ? ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. എന്താണ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലമാണ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. നെക്സ്റ്റ്, കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാടാണ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാടാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്താണ്. സങ്കരീനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകൾ വിന്യസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. വേരുകളിൽ വസിച്ച് എന്താണ്? പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 71ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 1ഉം 2ഉം 4ഉം പ്രസ്താവനകളാണ് ശരിയായത്. ആറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ 2ാമത്തെ പ്രസ്താവന, ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ശരിയാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം 4ഉമാണ്. നമുക്ക് ഒന്നുകൂടി വായിക്കാം. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മൂലകങ്ങളുടെ വർഗ്ഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി
തിരിച്ചെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ത്രികങ്ങൾ ആരാണ്? ടോബറൈനറാണ്. ഓപ്ഷൻ 4 ഓപ്ഷൻ ത്രികങ്ങൾ ടോബറൈനറും. അഷ്ടകങ്ങൾ ആരാണ്? അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ് ആണ്, ജോൺ ന്യൂലാൻഡ്സ് ആണ്. ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ, ആറ്റോമിക ഭാരം ആരാണ്? മെൻഡലിയേഫ് ആണ്. ആറ്റോമിക നമ്പർ മോസ്ലി ആണ്. ഓക്കെ അല്ലേ? അപ്പം ഓപ്ഷൻ സി ആണ് ശരിയുള്ള ഉത്തരം. നെക്സ്റ്റ്, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമാണ്? ഹൈഡ്രജൻ ആണ്. എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഏതാണ് ഈ വാതകം? ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ് 72ാമത്തെ ക്വസ്റ്റ്യൻ, ചില ആസിഡുകളുടെ ഉപയോഗം താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി. അപ്പം ശരിയായ ജോഡി നമുക്ക് വായിക്കാം. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. മഷി, തുകൽ ഇവയുടെ നിർമ്മാണത്തിന് ടാനിക് ആസിഡും ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സിട്രിക് ആസിഡും ഉപയോഗിക്കുന്നു. എന്താണ്? സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് മഷി, തുകൽ ഇവയുടെ നിർമ്മാണത്തിനും സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് 76ാമത്തെ ക്വസ്റ്റ്യൻ, സോണാർ എന്ന ഉപകരണത്തിൽ ഉൾപ്പെടുന്ന ശബ്ദതരങ്ങൾ ഏതാണ്? അൾട്രാസോണിക് ആണ്. സോണാറിൽ എന്താണ്? അൾട്രാസോണിക്. അപ്പം സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരങ്ങൾ ഏതാണ്? അൾട്രാസോണിക് ആണ്. 77, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനമൂലം ലഭ്യമാക്കുന്ന ഊർജ്ജം എന്താണ്? സ്ഥിതികോർജ്ജമാണ്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനമൂലം ലഭ്യമാകുന്ന ഊർജ്ജം എന്നാണ്? സ്ഥിതികോർജ്ജമാണ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്നാണ്? പ്രകീരണമാണ്. പ്രകീരണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് പാസ്കലാണ്. പാസ്കൽ ഓപ്ഷൻ സി. അപ്പം ഊഷ്മാവിൻ്റെ യൂണിറ്റ് സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് ഇവയൊക്കെ ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ്. ഓക്കെ അല്ലേ? ഇനി ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. അപ്പം ബാക്കിയുള്ളത് എന്താണ്? മാത്സും ഇംഗ്ലീഷുമാണ്. നമ്മൾ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇത്തരത്തിൽ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, സി യു.